നിങ്ങൾ പടച്ചവനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. നമ്മൾ പല സമയങ്ങളിലും നമ്മൾ കുടുങ്ങി നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള പല സമയങ്ങളിലും പല വ്യക്തികളുടെ രൂപത്തിലും എൻ്റെ മുന്നിൽ പടച്ചവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പടച്ചവൻ നേരിട്ടിട്ട് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ, ഇങ്ങനെ പല ആളുകളെ നമ്മൾക്കൊരു സഹായത്തിന് നമുക്ക് പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു ദൂതനായിട്ട് നമ്മളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് കാണാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ പടച്ചവനെ നമുക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള ആളുകളാണ് എന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ ചില അവസരങ്ങളായിട്ടാവും പടച്ചവൻ നമ്മളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ പ്രാർത്ഥന പടച്ചവൻ കേൾക്കണില്ലല്ലോ, എന്നെ പടച്ചവൻ കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഇനി വേണ്ട. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളൊന്ന് ബാക്ക് ചിന്തിച്ച് നോക്കുക. നമ്മളെ പടച്ചവന് നമ്മളെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ലേ, നമ്മളെ സഹായിച്ചിട്ടില്ലേ, അവസരങ്ങളായിട്ടും വ്യക്തികളായിട്ടും നമ്മളെ മുന്നിൽ പടച്ചവന് നമുക്ക് ഇട്ട് തന്നിട്ടില്ലേ, ഒരു കയറ് നമുക്ക് പിടിച്ച് കയറാൻ ഇട്ട് തന്നിട്ടില്ലേ, എന്തുകൊണ്ട് നമ്മളത് കാണാൻ ശ്രമിച്ചിട്ടില്ല? അപ്പോൾ അതുകൊണ്ട് ഇനി ആരും പടച്ചവൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല, ഞാൻ പടച്ചവനെ കണ്ടില്ല എന്നുള്ളത് പറയുന്നത്, നമ്മളൊക്കെ പടച്ചവനെ കണ്ടിട്ടുണ്ട്, പല ആളുകളെ രൂപത്തിലാണ് എന്ന് മാത്രം.